വള്ളി. നിൽക്കാളെ നിന്റെ കൂടുള്ളവന്മാരൊക്കെ ആ പണിയും നിർത്തി വേറെ പണിക്ക് പോയി. നീ മാത്രമാണ് ഒരു പണിക്കും പോവാതെ. അല്ലേ ഇപ്പൊ ഒരു ടൂർണമെന്റ് നടക്കുന്നില്ലേ? അതെന്തായി? അത് തോറ്റു. ഇനിയിപ്പോൾ അത് അടുത്ത ISL വരാൻ പോലെ നല്ല പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. വിട്ടോ വിട്ടോ. സാധാരണ കേസിൽ ഡ്യൂറന്റ് കപ്പ് പോലുള്ള ഒരു ടൂർണമെന്റ് പരാജയപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമൊന്നല്ലായിരുന്നു. പക്ഷെ ഇത്തവണ ആ ടൂർണമെന്റിനെ കാര്യമായി എടുത്തപ്പോൾ എന്നും അനുഭവിക്കുന്ന ആ നിരാശ ഫീലിംഗ് വീണ്ടും ഫീൽ ചെയ്തു. ബാംഗ്ലൂർ FC എന്ന് പറയുന്നത് തന്നെ ഒരു ചൊറിയൻ ടീമാണ്. അതിലേക്ക് ഏറ്റവും വെറുക്കപ്പെട്ട അണുവായ പെരേര ഡയസ് വന്നു ചേരുന്നു. ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഒറ്റയടിക്ക് നമുക്ക് എല്ലാ വൈറസിനെയും തൊടച്ച് നീക്കാമെന്ന്. പക്ഷെ വീര്യം കൂടിയ എതിരാളിയെ ഒന്ന് തൊടാൻ പോലും പറ്റാതെ നമ്മൾ തോറ്റു. ആ കള്ള പെരേര അടിച്ച ഗോളിന് തന്നെ നമ്മൾ തോറ്റു. ഹ്യൂമിലിയേഷന്റെ പീക്ക്. മത്സരത്തിന്റെ റിവ്യൂ ഒക്കെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ആദ്യം ചോദിക്കാനുള്ളത്, എൻ്റെ പൊന്നു നിഖിലണ്ണ, നിങ്ങൾക്ക് വയ്യേ? നമ്മളെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കുറെ പണിയില്ലാത്തവന്മാർ, എത്ര കിട്ടിയാലും പഠിക്കാത്തവന്മാർ, എത്ര ഊള ടീമിനെ കൊടുത്താലും അത് വെച്ച് തൃപ്തിപ്പെടുന്നവന്മാർ, എത്ര തോറ്റാലും കുഴപ്പമില്ല വീണ്ടും 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 സ്റ്റേഡിയത്തിൽ വന്ന് ആർത്ത് വിളിക്കുന്നവന്മാർ. അല്ലേ? സംഭവമൊക്കെ ശരിയാണ്. ഈ ആരാധക കൂട്ടത്തിൽ ഒരു പണിയില്ലാത്തവന്മാരുണ്ട്, വെൽ സെറ്റിൽഡ് ആയവരുണ്ട്, തൊഴിലാളികളുണ്ട്, പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്, ജാതി മത വിശ്വാസ വേർതിരിവുകൾ ഉള്ളവരൊക്കെ ഉണ്ട്. അവരെല്ലാം ഒന്നാക്കി മാറ്റിയത് ഈ ഫുട്ബോൾ എന്ന ഇമോഷൻ തന്നെയാണ്. അവരെല്ലാം ഏകീകരിച്ചത് ഈ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം തന്നെയാണ്. വളരെ വേദനയോടെ തന്നെ പറയട്ടെ, മിസ്റ്റർ നിഖിൽ, നിങ്ങൾക്കിതൊരു വലിയ ബിസിനസ് സാധ്യത തന്നെയായിരിക്കും. പക്ഷെ കഴിഞ്ഞ 10 വർഷമായിട്ട് നിരാശയും അപമാനവും മാത്രം സഹിച്ചുകൊള്ളുന്ന ഈ ആരാധക കൂട്ടർക്ക് അങ്ങനല്ല. എനിക്ക് പേഴ്സണലി വന്ന ഒരു സ്കൂൾ അധ്യാപകൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച എന്താണെന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ അവൻ എഴുതിയത് കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കുന്നത് കാണണമെന്നായിരുന്നു. ആദ്യം ഞാനിത് കണ്ടപ്പോൾ ചിരിച്ചു തള്ളിയെങ്കിലും ഓരോ കുഞ്ഞു മനസ്സിലും ഈ ടീം എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് അറിയുമ്പോൾ നിസ്സഹായമായ ഒരു അവസ്ഥ മാത്രമാണ് തോന്നുന്നത്. ഓക്കെ, നഷ്ടത്തിലോടുന്ന ഒരു ക്ലബ്ബൊന്നും അല്ല കേരള ബ്ലാസ്റ്റേഴ്സ്. അതുകൊണ്ട് ചോദിക്കുക, നമ്മുടെ സ്ട്രൈക്കർ എവിടെ? പുതിയ സൈനിങ്ങുകൾ എവിടെ? വിറ്റൊഴിപ്പിച്ചതിൽ കിട്ടിയ ലാഭം എവിടെ? നമ്മുടെ SD എവിടെ? ഇന്നത്തെ മാച്ചിൽ പ്യൂർലി വിസിബിൾ ആയിരുന്നു ഒരു ക്വാളിറ്റി സ്ട്രൈക്കറിന്റെ അഭാവം. നോവ ക്രോസുകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ബോക്സിനകത്ത് ആരുമില്ല. സ്ട്രൈക്കിംഗ് പൊസിഷനിൽ മാത്രമല്ല, മിഡ്ഫീൽഡിലാണെങ്കിലും വിങ്ങിലാണെങ്കിലും റൈറ്റ് ബാക്കിലാണെങ്കിലും അവിടെ ഇവിടെയും കളിക്കുന്ന പ്ലേയേഴ്സിനെയൊക്കെ എടുത്ത് കോംപ്രമൈസ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ഇട്ട് കളിപ്പിക്കുന്ന ഒരു തട്ടിക്കൂട്ടി ടീം. ഇവിടെ ഒരിക്കലും കോച്ചിനെ കുറ്റം പറയുന്നില്ല. കാരണം പുള്ളിക്ക് കിട്ടിയ ഒരു അസറ്റിനെ വെച്ച് പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ടീമിനെ അണിനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രോപ്പർ സ്ട്രൈക്കർ ബാക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് അവസാനം ലോണയൊക്കെ സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് ഇട്ടിട്ട് ടീമിനെ എന്തൊക്കെയോ കാണിക്കുന്നൊരു അവസ്ഥ. ഗതികേടേ. ഒറ്റ പോസിറ്റീവ്, മിലോസ് ട്രിൻസിച്ച്. പുള്ളി മരിച്ച് കളിച്ചിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇറ്റ്സ് എ വേഴ്സ്റ്റ് മാച്ച് എവർ. ഇങ്ങനെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പോയി തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ ഫാൻ ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നുള്ള കമ്മ്യൂണൽ ആയിട്ടുള്ള ഉറച്ച ചോദ്യങ്ങൾക്ക് മാത്രമേ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ പറ്റൂ. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് മാനേജ്മെന്റിനെയല്ല, ടീമിനെയാണ്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് കോച്ചിനെയോ പ്ലേയേഴ്സിനെയോ അല്ല, ബാഡ്ജിനെയാണ്. അപ്പോൾ പതിവ് പോലെ ഇത്തവണയും നമ്മൾ ഡ്യൂറന്റ് കപ്പിൽ നിന്നും പുറത്തായിട്ടുണ്ട്. ബാംഗ്ലൂർ FCയുടെ അഡ്മിൻ നല്ല രീതിയിൽ പുള്ളിയുടെ പേജിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെല്ലാം ഡിസേർവ് ചെയ്യുന്നുണ്ട്. സോ അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും സ്ട്രൈക്കറെ സൈൻ ചെയ്താൽ വീഡിയോ ആയിട്ട് പറ്റിയാൽ വരാം. അതല്ലെങ്കിൽ ISL തുടങ്ങട്ടെ. ഈ ടീമിനെ വെച്ച് എന്ത് കാണിക്കാൻ പോകണമെന്തോ.